എത്രയോ ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന ഒരാൾ തന്നെ നമുക്ക് ഒരു കടയുണ്ടായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ബിസിനസ് ഒരു ജോലി ഉണ്ടായിട്ട് നമുക്ക് അതിന് തന്നെ സമയം തികയുന്നില്ലാതെ ആയിരിക്കും നമ്മളിരിക്കുന്നത്. എന്നാൽ വേറൊരു വശം ആൾക്കാർ എത്രയോ ബിസിനസ്സുകൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ബിസിനസ് എന്നിട്ട് അവർ നമ്മളെക്കാളും ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം ചിറ്റലപ്പള്ളി കൊച്ചു ജോസഫോ ഇതുപോലുള്ള ആൾക്കാർക്ക് എത്ര ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ്, ഇത്ര പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്. പുള്ളി ഒരുപക്ഷെ ഫ്രീ മാനേബിൾ നടക്കുന്ന കാണാൻ പറ്റും. ബാക്കി രാവിലെ ഒരു ജോലി മാത്രമുള്ളവർക്ക് ഓഫീസിൽ പോകാറായി, നമുക്ക് കൊച്ചിൻ്റെ കൂടെ ഇത് ചെയ്യാൻ സമയമില്ല, പേരൻസിൻ്റെ കൂടെ നിൽക്കാൻ സമയമില്ല. എവിടെയാണ് നമ്മുടെ തിങ്കിങ്ങിലുള്ള ചെറിയ ഡിഫറൻസാണ്. ലോകത്തിൽ ഒരു 95% ആൾക്കാർ ചെയ്യുന്ന ജോലിയും ഇതുപോലുള്ള ആൾക്കാർ ചെയ്യുന്ന ജോലിയൊക്കെ ഏകദേശം സെയിമാണ്. 95% ജോലിയൊക്കെ സെയിം ആയിരിക്കും, ഒരു 5% ഡിഫറൻ്റ് ആയിരിക്കും. ആ 5%ലാണ് ബാക്കി 95% ഇരിക്കുന്നത് മാത്രം. അപ്പം നമ്മൾ ഈ സ്ട്രെച്ച് എലമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരാൻ നമ്മൾ പഠിക്കണം. അത് നമുക്ക് തന്നെ നമ്മൾ ലോഡ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ചില ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക 2 മണിക്കൂറായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വാച്ച് ടൈം നോക്കാൻ പോലും മറന്നുപോകും. ചില കാര്യങ്ങൾ ചില സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനത്തെ അവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ചില ജോലികൾ ചെയ്യുമ്പം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വളരെ കൂടുതൽ സമയമായ പോലെ നമുക്ക് തോന്നും. ഇത് പലപ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ല, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുവാണ്, ചിലപ്പോൾ 5 മണിക്കൂറായി നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കുന്നു, പക്ഷെ നമ്മൾ ഒരു 10 മിനിറ്റ് പോലും ആയ പോലെ നമുക്ക് തോന്നാത്ത അവസ്ഥ. സമയം പോയെന്ന് നമ്മൾ പലപ്പോഴും പറയും, വാച്ച് നോക്കിയപ്പോഴാണ് സമയം എത്രയായെന്ന് അറിയുന്നത്. നമ്മളങ്ങ് മുഴുകിപ്പോവുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? അത് ചില ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചില സെഷൻ ചില മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൊരു അനുഭൂതി എന്ന് പറയാം. അതിനെ നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേക ഒരു അവസ്ഥയുണ്ട്. അതിനെ ഫ്ലോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു ലെവലിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം, നമ്മൾ ആ സാധനത്തിൽ മുഴുകി ചെയ്യുന്നൊരു സമയത്ത് ഈ ബ്രെയിൻ നമ്മുടെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറും. ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി അറിയത്ത് പോലുമില്ല, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. അത് നമ്മൾ അത്രയും ആസ്വദിച്ച് നമ്മൾ ചെയ്യുന്നൊരവസ്ഥയാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇന്ന് പോലെ ഇതിനെ ബേസ് ചെയ്ത് ഒത്തിരി റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആൾക്കാർ പ്രൊഡക്ടിവിറ്റി കൂട്ടണം. നമ്മൾ സാധാരണ ആൾക്കാർ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അയ്യോ എനിക്ക് സമയം തികയുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഓടിയെത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഒരു ലെവലിലേക്ക് മുകളിലെത്തിയ ആൾക്കാരൊക്കെ അവരുടെ ലൈഫ് സ്പാൻ കൂട്ടിയെടുക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇനിയും കൂട്ടാൻ പറ്റുമോ, ഇതിലൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ രാവിലെ മുതൽ സമയമില്ലേ, നമുക്ക് കാപ്പി കുടിക്കാൻ പോലും സമയമില്ലേ, കുളിക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ആവറേജ് ആൾക്കാർ, സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആൾക്കാർ മുഴുവൻ. ഒരു ഹയർ ലെവലിലേക്കൊക്കെ വളരുന്നവർ ഈ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ഈ ഹയർ ലെവലിലേക്ക് വളരുന്നവരൊക്കെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും. അവരെപ്പോഴും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എവിടെയാണ്, ആ സൊല്യൂഷൻ എവിടെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അതിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ആൾക്കാർ ഈ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇരുന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞു നമ്മുടെ വളർച്ചയില്ലായ്മ മറ്റാരുടെയും തലേ ചാരി അവൻ കാരണം ഇവൻ കാരണം മറ്റവൻ കാരണം അവൻ പറ്റിച്ചുകൊണ്ടാണ് ഇവൻ ചതിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പല ആൾക്കാരും ജീവിതം പോകുന്നത്.